ഹലോ ഗൈസ്, ഒരു നാടൻ ഞണ്ട് റോസ്റ്റ് കണ്ടു നോക്കിയാലോ. അതിനായി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നും ചതച്ച് കൊണ്ടുവരാം. ഇനി കഴുകി വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. കുറച്ച് ചെറുള്ളിയും ഒരു തക്കാളിയും കൂടി അതിലേക്ക് നമുക്ക് അരിഞ്ഞു ചേർക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും അല്പം ഉപ്പും ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി തക്കാളിയും ഇട്ട് നല്ലവണ്ണം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ഞണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പിലയും കൂടി ഇട്ട് കുറച്ച് നേരം ചെറുതീയിൽ കിടന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ ഞണ്ട് റോസ്റ്റ് റെഡി. ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഞണ്ട് റോസ്റ്റും കൂട്ടി ഊണ് കഴിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.